സമയമായിരിക്കുന്നു. ഭയപ്പെടരുത്, മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട്. ഇത്തവണ ഞാൻ പ്രിപ്പയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് മോനെ. ഇതിൽ ഹിന്ദു മൈലോളജി ആയിട്ട് നൈസ് വെയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സലാറിൽ മിസ്സായി പോയ വേൾഡ് ബിൽഡിങ് ഇതിൽ കിട്ടി ലാഗ് ഉണ്ടെങ്കിലും. ആൻഡ് ഓൾ ക്യാരക്ടേഴ്സ് ആർ പ്ലേഡ് മേജർ പാർട്ട് ഇൻ ദ സ്റ്റോറി. പക്ഷെ പല ക്യാരക്ടേഴ്സൊക്കെ പാൻ ഇന്ത്യ ആയതുകൊണ്ട് ഹൈപ്പ് കയറ്റാൻ വേണ്ടി മാത്രം ആഡ് ചെയ്ത പോലെ ഉണ്ട്. ലൈക്ക് ദുൽഖർ ആൻഡ് ദിശ പട്ടാന. ഉള്ളത് പറയുവാണെങ്കിൽ ഇവരുള്ളതും ഇല്ലാത്തത് കണക്കാം. ഇവരെ കട്ട് ചെയ്തിട്ട് സ്റ്റോറിയിൽ ഫോക്കസ് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ പ്രവാസിന്റെ ക്യാരക്ടർ ഭൈരവയെ ഒരു ആന്റി വില്ലൻ ഷെയ്ഡിലാണ് കാണിച്ചേക്കുന്നത്. ആ ക്യാരക്ടർ പ്രവാസിന് പെർഫെക്റ്റ്. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അമിതാഭ് ബച്ചൻസ് അശ്വത്ഥാമ. പുള്ളിക്ക് ഇതുപോലത്തെ ഓൾഡ് ഏജ് റോൾസ് നൈസാണ്. പുള്ളിയുടെ 90s മൂവീസിൻ്റെ കാട്ടിലും ഇതുപോലത്തെ റോൾസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ രണ്ടുപേരുടെ ഫൈറ്റ് സീക്വൻസ് എക്സ്പെക്ട് ചെയ്തതിൻ്റെ കാട്ടിൽ വേറെ ലെവൽ പോലെ. പിന്നെ ഇതിലെ മെയിൻ നെഗറ്റീവ് ട്വിസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. ജസ്റ്റ് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റബിളാ. പക്ഷേ വിഷ്വലി അന്യായം മോനെ. ബട്ട് ട്രെയിലറിലൊക്കെ തന്നെ ഇമ്പാക്ട്ഫുൾ സീൻസ് കാണിച്ച് സ്പോയിൽ ചെയ്തുകൊണ്ടൊക്കെ അത്ര ഇമ്പാക്റ്റ് കിട്ടിയില്ല. ബട്ട് എനിവേ വിഷ്വലി സീൻ ഐറ്റമാണ്. പിന്നെ ഇതിൽ കമലഹാസന്റെ പോസ്റ്റ് മാർബിൾ കാണിക്കുന്നത് പോലെ കാണിക്കുന്നതായിരുന്നു ബെറ്റർ. പിന്നെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒന്നുമില്ല. ലാഗും ഉള്ളത് കൊണ്ട് കാണണ്ടെന്നൊന്നും പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലൈമാക്സിലെ ആ ട്രാൻസ്ഫോർമേഷനും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള അശ്വത്ഥാമയും ഭൈരവയായിട്ടുള്ള ഫൈറ്റ് സീക്വൻസിന് വേണ്ടി മസ്റ്റ് വാച്ച്. പിന്നെ നിങ്ങൾ ട്രെയിലർ ഒന്നും കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പടം വിഷ്വൽ എക്സ്പീരിയൻസിന് ബെറ്റർ ആയിരിക്കും. ആൻഡ് ഇത് കാണുന്ന മുമ്പ് പുജി ആൻഡ് ഭൈരവ ഒന്ന് കണ്ടേക്ക്. അതാകെ 30 മിനിറ്റ് ഏതാണ്ടേ ഉള്ളൂ. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പോകുന്നതുകൊണ്ട് ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും പറ്റുവാണെങ്കിൽ. പിന്നെ ഇപ്പോൾ അധികം ആക്റ്റീവ് അല്ലാത്തതിനുള്ള മെയിൻ റീസൺ എക്സാം ഒക്കെ ഉള്ളത് കൊണ്ട് ചെയ്യാൻ തോന്നിയില്ല. ഇപ്പോൾ നീറ്റിൻ്റെ ഇഷ്യൂ കാരണം എക്സാം ഓണാവധി പോലെ നീട്ടി വെച്ചിട്ടു. അതുകൊണ്ട് ഏതോ ഒരു ലക്കിന് തിയേറ്ററിൽ തന്നെ ഇത് കാണാൻ പറ്റി. അല്ലാതെ ഞാൻ ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ട് മക്കളെ. എല്ലാരും അടിച്ചു കയറി വാ.